എവിടെയാണ് ഈ സൂര്യനും ചന്ദ്രനൊക്കെ കിടക്കുന്നത്? 7 ആകാശങ്ങളിലാണ്. അതുകൊണ്ട് ആകാശം എന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ പന്ത് സങ്കല്പിക്കുക, ഒരു ബ്ലാഡർ, ഒരു പന്തിന്റെ ബ്ലാഡർ. ആ ബ്ലാഡറിന്റെ ഉള്ളിലാണ് കോടാനുകോടി നക്ഷത്രങ്ങൾ കിടക്കുന്നത്. അതിൽപ്പെട്ട ഒരു ചെറിയ ഗോളമാണ് ഭൂമി. സുബ്ഹാനല്ലാഹ്. ആ ബ്ലാഡറിന്റെ മേലെ വേറെ ഒരു ബ്ലാഡർ, ഒരു അകലത്തിൽ, അതിന്റെ സെന്ററിൽ നിന്ന്, ആദ്യത്തെ അതിന്റെ ഗ്യാപ്പ് സെന്ററിൽ നിന്ന് അതിന്റെ ബ്ലാഡറിലേക്കുള്ള ആ ഡിസ്റ്റൻസിൽ, അതേ ഡിസ്റ്റൻസിൽ മറ്റൊരു ബ്ലാഡർ അതിനെ കവർ ചെയ്യുക. 2ാം ആകാശം. 3ാം ആകാശം എന്ന് പറഞ്ഞാൽ താഴേക്കും മേലോട്ടും റൈറ്റും ലെഫ്റ്റും എവിടെ നോക്കിയാലും ആകാശമാണ്. ആകാശം നേരെ ഒരു പന്തലിട്ട പോലെ കിടക്കല്ല ആകാശം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയല്ല, പന്തലല്ല ആകാശം. താഴെ ഭൂമിയുടെ താഴെയുള്ളവർക്ക് ആകാശം കാണുന്നുണ്ട്, സൈഡിലുള്ളവർക്ക് ആകാശമാണ്, എല്ലായിടും ആകാശം. ഇതൊക്കെ കിടക്കുന്നത് വലഖദ് സയ്യന്നസ് സമാഅദ് ദുനിയാ ബിമസാബീഹ്. 1ാം ആകാശത്തെ ഞാൻ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്, നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല പറയാം. ഇങ്ങനൊക്കെ ആയത്ത് വന്നിട്ടും ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അന്തരീക്ഷത്തിന്റെ 7 മണ്ഡലങ്ങളാണ് 7 ആകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അയോണോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ഇങ്ങനെ കുറെ അന്തരീക്ഷത്തിന്റെ ഘട്ടങ്ങളുണ്ട്. അത് 7 6 എന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റി അല്ല അള്ളാഹു 7 ആകാശം എന്ന് പറയുന്നത്. അതാണ് 7 ആകാശം എന്ന് ഇപ്പോഴും പുസ്തകങ്ങൾ എഴുതിയൊക്കെ കാണുന്നുണ്ട്, പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്നുണ്ട്. 7 ആകാശങ്ങൾ കണ്ടെത്തി ഈ ഭൂമിന്റെ ഈ ലെവലുകൾ, സ്ട്രാറ്റോസ്ഫിയറും അയോണോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും, ഇതൊന്നുമല്ല ആകാശം. ഇതൊക്കെ ഭൂമിന്റെ അന്തരീക്ഷങ്ങളല്ലേ. 1ാം ആകാശത്തിന്റെ താഴെയാണ് എല്ലാ നക്ഷത്രങ്ങളും. സൂറത്തുൽ മുൽക്ക് അല്ലേ, വലഖദ് സയ്യന്ന സമാഅദ് ദുനിയാ. നമ്മൾ ഏറ്റവും അടുത്തുള്ള ആകാശത്തിനാണ് ദുനിയ എന്ന് പറയാ. ആ ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ കിടക്കുന്നത്. അതിന്റെ മീതെ ഭൂമിയിൽ നിന്ന് 1ലേക്കുള്ള ദൂരം 1ാം ആകാശത്തിന് 2ലേക്കുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി തിബാഖ, അട്ടിയട്ടിയായി വെച്ച ആകാശ ലോകങ്ങളിലാണ് അല്ലാഹു തആല സൂര്യചന്ദ്രാദികളൊക്കെ വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു പന്തിന്റെ ഉള്ളിൽ, അതിന് 4 ബ്ലാഡറുള്ള പന്താണെങ്കിലും ഈ ഒരു ബോൾ നമ്മളിന്റെ ഉള്ളിലേക്ക് ഒരു എന്തെങ്കിലും ഒരു ടൈനി ഒബ്ജക്റ്റ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ, ഒരു കിരിക്കുന്ന സാധനം വെച്ചാൽ, ഇത് പന്തിന്റെ ഉള്ളിലാന്ന് പറഞ്ഞൂടെ? ആണ്. ആ പന്തിന് 1 ബ്ലാഡർ ഉണ്ട്, 2 ബ്ലാഡർ ഉണ്ട്, 3 ഉണ്ട്, 7 ബ്ലാഡർ ഉണ്ട്. എന്നാലും അതിന്റെ ഉള്ളിൽ ഒരു സാധനം കൊണ്ടുപോയി വെച്ചാൽ പന്തിന്റെ ഉള്ളിലാണ് ഈ സാധനം, അല്ലേ? നോക്കൂ, വജഅലൽ ഖമറ ഫീഹിന്ന നൂറ. ഈ ആകാശങ്ങളിൽ അല്ലാഹു ചന്ദ്രനെ നൂറായിട്ടും പ്രകാശമായിട്ടും, വജഅല ശംസ സിറാജ, സൂര്യനെ വിളക്കായിട്ടും അല്ലാഹു സ്ഥാപിച്ചു. അപ്പൊ ആകാശം എന്ന സാധനം ഉരുണ്ടതാണെന്നും, ഒരു ഗ്ലോബ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കുന്നത്. ശ്വസിക്കാനുള്ള എല്ലാം അല്ലാഹു തന്നു, തിന്നാനുള്ളതൊക്കെ തന്നു. ഉമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞിന് എന്തൊക്കെ വേണോ എല്ലാം അല്ലാഹുടെ കൊടുക്കുന്നുണ്ട്. എന്ന പോലെ വലിയൊരു ബ്ലാഡറിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയല്ലേ? നമുക്ക് മഴ വേണം, മഴ കിട്ടും. ഇതൊന്നും ഭൂമിക്ക് പുറത്തു പോയി എവിടെ കിട്ടില്ല. ചൊവ്വയില് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? വെള്ളമുണ്ടോ, കുളമുണ്ടോ, തോടുണ്ടോ, പുഴയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഓടിപ്പോവാ. ഈ വെള്ളം കിട്ടിയിട്ട് ജീവിക്കാൻ പറ്റും, വെള്ളം മാത്രം മതി ജീവിക്കാൻ. ഭൂമി എവിടെ കിടക്കുന്നു, മറ്റു ഗ്രഹങ്ങൾ എവിടെ കിടക്കുന്നു? ഭൂമിയുടേതുപോലെ ഒരു ഭൂമി ലോകത്ത് വേറെ ഉണ്ടോ? നമുക്കറിയില്ല. ഇല്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് വൽ അർള വലഅഹാ ലിൽ അനാം. സൂറത്തുർ റഹ്മാനിലല്ലേ വരുന്നത്? വൽ അർള വലഅഹാ ലിൽ അനാം. ഭൂമിയെ അല്ലാഹു ജീവികൾക്ക് വേണ്ടി ഇവിടെ നീക്കി വെച്ചു. എന്നാണ് ഭൂമിയിലെ ജീവികൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. കാരണം വെള്ളം കിട്ടിയാൽ മാത്രം മതിയോ? ടെമ്പറേച്ചർ നോക്കണ്ടേ? എന്താ ഭൂമിന്റെ അന്തരീക്ഷം? കാറ്റ് വേണ്ടേ? രാവും പകലും വേണ്ടേ? ഋതുഭേദുക്കൾ വേണ്ടേ? പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും വേണ്ടേ? സസ്യലതാദികൾ വേണ്ടേ? പുഴകളും കടലും കടലോരങ്ങളും ഒക്കെ വേണ്ടേ? ഇതൊക്കെ ഉണ്ടാവും വലിയ ഈ ഒരു സുഖം, ഈ ഒരു മനോഹാരിത, ഒരു വെള്ളം ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റൂല. അവിടെ വെള്ളം കിട്ടിയിട്ട് മാത്രം അങ്ങനെ കുറച്ച് മിനറൽ വാട്ടർ ഇട്ട് പോയാൽ പോരാ അവിടെ ജീവിക്കാൻ. അതല്ല, ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഒരു ഗ്രഹമാണ് ഭൂമി. ഇതുപോലത്തത് വേറെ അല്ലാഹു പഠിച്ചിട്ടില്ല, ഇല്ലെന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വൽ അർള വലഅഹ. ഭൂമിയെ ഞാൻ ജീവികൾക്ക് വേണ്ടി വെച്ചതാണ്. ഇപ്പോ ഞാൻ പറഞ്ഞ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ആ ഒരു ഡോക്യുമെന്ററി, ദ എർത്ത് മേക്കിംഗ് ഓഫ് എ പ്ലാനറ്റ്, സൗകര്യമുള്ളൊരു ഇംഗ്ലീഷ് മനസ്സിലാവുന്നവരൊന്ന് കാണണം. അത് കാണണം മുഅ്മിനീങ്ങളെ. അതൊക്കെ സത്യാന്ന് വിശ്വസിക്കേണ്ട, ഒരു പറയണത് കേട്ടാൽ മതി. ഒരങ്ങനെ പല കഥയും പറയുന്നുണ്ട്. ബില്യൺ കണക്കിന് കൊല്ലം മുമ്പുള്ള കഥ പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. ബിഗ് ബാങ്, മഹാവിസ്ഫോടനം എന്ന പൊട്ടിത്തെറിയിൽ നിന്ന് ഭൂമി ഇക്കോലത്തിൽ എങ്ങനെ ആയി എന്നായി പറയുന്ന കഥ അസംഷനാണ്, ചിന്തകളാണ്.
പക്ഷെ എന്റെ ചോദ്യം അതല്ല. അങ്ങനെ ഒരു ബിഗ് ബാങ്ങിലൂടെ ഭൂമി എന്ന ഒരു ഗോളം മാത്രം ഇത്ര സുന്ദരമാവുകയും എന്തേ ഇതുപോലത്തെ അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്ന കഷ്ണങ്ങളൊന്നും അങ്ങനെ ആവാത്തത് എന്തേ? അങ്ങനെ പൊട്ടിത്തെറിച്ചതാണെങ്കിൽ ഈ ക്വാളിറ്റി ഭൂമിക്ക് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ, വേറെ ഒരിടത്തും എന്തേ ഇല്ലാത്തത്? സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, ഭയങ്കര അത്ഭുതമാണ് മുഅ്മിനീങ്ങളെ. അപ്പോ അശംസു വൽ ഖമറു ബിഹിസ്ബാൻ, ഇവകൾ എവിടെയാണ് കിടക്കുന്നത്? ഈ 7 ആകാശങ്ങൾക്കുള്ളിലാണ്. 7 ആകാശം എന്ന ഒന്നാം ആകാശം എവിടെയാണെന്ന് പോലും മനുഷ്യന് ഇതുവരെ എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നക്ഷത്രങ്ങളുടെ മണ്ഡലങ്ങളുടെ അപ്പുറത്താണ് ഒന്നാം ആകാശം കിടക്കുന്നത്. നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്ന് ഓടി അകന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഓടിയെത്താൻ? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിന്റെ പിന്നാലെ ഓടിയെത്തുക, അതങ്ങ് നിർത്തിയാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അകലം കിട്ടുന്നില്ല, വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ ലോകം. Skies and heavens with my might and power wa inna la musiun, definitely we are expanding it. അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് പടച്ചത്. അല്ലാഹു അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, ഇതൊക്കെ ഇന്ന് കണ്ടെത്ത വിഷയങ്ങളാണ്. നമ്മൾക്കൊക്കെ ഇതുകൊണ്ടൊന്നും ഈമാൻ കിട്ടിയിട്ടില്ലെങ്കിൽ, വർദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ മുമ്പിലേക്ക് നമുക്കത് ശരിയാവുക? ഇത്രയും അത്ഭുതങ്ങൾക്ക് മേൽ അത്ഭുതം അല്ലാഹു ഒളിപ്പിച്ചു വെച്ച റബ്ബിന്റെ കിതാബ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അമ്മ സ്വല്ലി അലൈഹി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. സൂര്യനാണോ ചന്ദ്രനാണോ വലുത്? നമുക്കറിയാം ഇപ്പൊ സൂര്യനാ വലുത് അല്ലേ? പക്ഷെ ഇത് എങ്ങനെ വന്നത്, എങ്ങനെ കിട്ടിയത്? ചന്ദ്രന്റെയും സൂര്യന്റെയും വട്ടം നോക്കിയാൽ ചില സമയങ്ങളിൽ ചന്ദ്രൻ സൂര്യനേക്കാളും വലിയ വട്ടത്തിൽ പൂർണ്ണചന്ദ്രനായി പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ പറ്റും. അല്ലെ, പടച്ചോനെ, ഇത്ര വലുപ്പമുള്ള ഒരു ചന്ദ്രൻ ഞാൻ അബുദാബിനെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയില്ലേ. നാട്ടില് പിന്നെ കുന്നുമല കൊണ്ട് കാണാൻ പറ്റാറില്ല. ഇത്ര വലുപ്പമുള്ള ഒരു ചന്ദ്രന് എന്തൊരു വലിയ വലുപ്പല്ലേ! മരുഭൂമിയിലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവും, കാരണം തെളിഞ്ഞങ്ങ് കാണില്ലേ. സൂര്യന്റെയും ചന്ദ്രന്റെയും വട്ടം, അതിന്റെ ദായിറ, അതിന്റെ സർക്കിൾ നോക്കിയാൽ പഴയ കാലത്ത് ഒരു അറേബ്യൻ ബദുവിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. ഒരു ബദുവായ ഒരു അറബി, ഒരു കാട്ടറബിയായ മനുഷ്യന് ഏതാ വലുതെന്ന് ചോദിച്ചാൽ വട്ടം നോക്കിയാ ചന്ദ്രനാ വലുതായി കാണാറുള്ളത്, സൂര്യൻ അതിനേക്കാളും ചെറുതാണ്. അങ്ങനെ വരുള്ളൂ. അങ്ങനെ ആലോചിക്കുന്ന ഒരാൾക്ക് ഇന്ന് നമുക്ക് മനസ്സിലായ പഠനങ്ങളെ കൊണ്ട് തെളിഞ്ഞതാണ്. പക്ഷെ സൂര്യനാണ് വലുതെന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبه قال هذا ربي فلما أفل قال لا أحب الآفلين. നക്ഷത്രത്തെ കണ്ടു, ഇതിന്റെ പടച്ചോനാ തോന്നുന്നു. നക്ഷത്രം അസ്തമിച്ചവൻ പറഞ്ഞു, അസ്തമിക്കണത് എന്റെ പടച്ചോനാകാൻ പറ്റില്ലല്ലോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം. അന്നത്തെ ജനതക്ക് തിരുത്തി കൊടുക്കുക. അവർ നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രനൊക്കെ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോ പറഞ്ഞു, ഇതെന്റെ പടച്ചോനാണല്ലോ എന്ന് തോന്നുന്നു. ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ ഖാല, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലീൻ. എനിക്ക് വഴി കാണിച്ചു തരാൻ ചന്ദ്രനില്ലെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് സൽമാർഗം കിട്ടും? അപ്പോ ചന്ദ്രനും എന്റെ പടച്ചോനല്ല. ഫലമ്മാ റഅ അശംസ ബാസിഗഹ, ചന്ദ്രൻ സൂര്യൻ ഉദിച്ചുയർന്നു വന്നത് കണ്ടപ്പോൾ ഖാല ഹാദാ റബ്ബി, ഇതെന്റെ പടച്ചോനാണെന്ന് തോന്നുന്നു. ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്. ഹാദാ അക്ബർ. فلما أفلت قال يا قوم إني بريء مما تشركون. സൂര്യൻ അസ്തമിച്ചു പോയപ്പോ പറഞ്ഞു, അസ്തമിക്കുന്നതിന്റെ പടച്ചോനാകാൻ പറ്റില്ലേ, ഞാൻ നിങ്ങളുടെ കൂടെയല്ല. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ അല്ലാഹുവിലേക്ക് മുന്നിട്ടിരിക്കുകയാണ്. ആരാണ്? ഫതറ അസ്സമാവാതി വൽ അർള, പ്രപഞ്ച ലോകത്തെ ആദ്യമായി തുടങ്ങി പടച്ചത് അല്ലാഹുവാണ്. അങ്ങനത്തെ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നത്, സൂര്യനും ചന്ദ്രനൊന്നുമല്ല. ഇവിടെ ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. അവിടെ എങ്ങാനും ഇത് അക്ബറു മിനൽ ഖമർ, ചന്ദ്രനേക്കാളും ഇതാണല്ലോ വലുത് എന്ന് പറഞ്ഞാൽ ചന്ദ്രനേക്കാളും ഇത് വലുതാണ്, മറ്റു നക്ഷത്രങ്ങളെക്കാളും വലുതാണ്.
സുബ്ഹാനല്ലാഹ്. അക്ബറു എന്ന് അക്ബറു മിനൽ ഖമർ എന്ന് പറഞ്ഞില്ല, ചന്ദ്രനേക്കാളും വലുതാന്ന് പറഞ്ഞില്ല. കാരണം മറ്റു നക്ഷത്രങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാം കണ്ട നക്ഷത്രങ്ങളെക്കാളും വലുത് തന്നെയാണ് ഈ സൂര്യൻ. അക്ബറു മിനൽ കൗകബ്, ഇത് നക്ഷത്രത്തെക്കാളും വലുത് എന്നും പറഞ്ഞില്ല, കാരണം ചന്ദ്രനേക്കാളും വലുത് സൂര്യൻ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്. ഭയങ്കരമായ ഒരു വിഷയം മനസ്സിലാക്കേണ്ടത്, ഭൂമി ചന്ദ്രന്റെയും സൂര്യന്റെയും ആരം, ഒരു വൃത്തം വരച്ചാൽ അതിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ സൈഡിലേക്കുള്ള ലൈനെ നമ്മൾ ആരം എന്ന് പറയാം. മറ്റേത് വ്യാസവും ആരവും ഉണ്ട് അല്ലെ. ആരം എന്നല്ല മലയാളത്തിൽ പറയാൻ എന്താ ഇംഗ്ലീഷ്? റേഡിയസോ? റേഡിയസ്. സൂര്യന്റെ റേഡിയസിനേക്കാളും ചന്ദ്രന്റേത് 436 തവണ ചെറുതാണ്. അത്രയും ചെറുതാണ് ചന്ദ്രന്റെ റേഡിയസ് സൂര്യനേക്കാളും. സൂര്യൻ ഏറ്റവും വലുതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഭൂമിയേക്കാൾ എത്ര വലുപ്പമുണ്ടെന്ന സൂര്യന്റെ വലുപ്പം? 3,33,000 തവണ ഭൂമിയേക്കാളും വലുപ്പമുള്ള സാധനമാണ് ഈ സൂര്യൻ. 3,33,000 തവണ ഭൂമിയെക്കാളും വലുപ്പുണ്ട് സൂര്യന്. ആ സാധന നമ്മൾ ഈ ചെറിയ വട്ടായിട്ട് കാണുന്നത്. യാ അല്ലാഹ്, എത്രയാണ് എന്റെ വലുപ്പം? നമുക്ക് 10 സെന്റ് ഭൂമി ഉണ്ടാവുമ്പോ നടന്നാ തീരുന്നില്ല അല്ലേ? എന്താ വലുപ്പം! എന്താവോ അള്ളാന്റെ ഭൂമിയുടെ വലുപ്പം എത്രയാണ്! ആ വലുപ്പം കൊണ്ടല്ലേ കടൽ വെള്ളം കൊണ്ട് ഒലിച്ചിങ്ങോട്ട് പുറത്തേക്ക് വരാത്തത്. അത്രയും പരന്ന് കൂടെ പോയിക്കിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഭൂമി 3,33,000 ഭൂമിയെ ഉള്ളിലേക്ക് വെക്കാൻ മാത്രമുള്ള വലുപ്പുണ്ട് സൂര്യൻ. അങ്ങനത്തെ സാധനം ആ കണ്ണിന് ഭംഗിയുള്ള വലുപ്പത്തില് അള്ളാഹു സൂര്യനെ വെച്ചത്. കണ്ണിന് ഭംഗി. നമ്മൾ ഇസ്ലാമിക് സെന്ററിന്റെ അത്രോളം വലുപ്പമുള്ള സൂര്യനാണ് എന്നും ഉദിച്ചു വരുന്നതെങ്കിൽ കാണാൻ വല്ല ഭംഗി ഉണ്ടാവും? വലിയൊരു സാധനമായിട്ട് ഹാളിന്റെ അത്ര വലുപ്പമുണ്ട് സൂര്യൻ ആകാശത്ത്, വല്ല ഭംഗി ഉണ്ടാവോ? ഇല്ല. കൃത്യമായ ഡിസ്റ്റൻസിൽ, കൃത്യമായ അളവിലാണ് ഞാൻ ചന്ദ്രനെയും സൂര്യനെയും നിങ്ങൾക്ക് വെച്ചെന്നിട്ടുള്ളത്. ഇത്രയും ലക്ഷക്കണക്കിന് വലുപ്പമുള്ള സാധനം. അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ. യാ അല്ലാഹ്. സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞു, സൂര്യൻ ദുയാ വൽ ഖമറു നൂർ, ചന്ദ്രൻ വെളിച്ചമാണ് അല്ലേ? സൂറത്തു യൂനുസ്. هو الذي جعل الشمس ضياء والقمر نورا. അല്ലാഹു ആണ് സൂര്യനെ ضياءൻ വെളിച്ചം നൽകുന്നതാക്കി പടച്ചതും, വൽ ഖമറ നൂറാ ചന്ദ്രനെ അല്ലാഹു തആല നൂറൻ നൂറൻ വെളിച്ചമാക്കി. സൂര്യൻ വെളിച്ചം തരുന്നതാക്കി. യാ അല്ലാഹ്, ഇതൊക്കെ ഇപ്പൊ മനസ്സിലായ വിഷയങ്ങളാണ്. സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെയാ പറയണത്. മിസ്ബാഹ്, വെളിച്ചങ്ങൾ. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح. മിസ്ബാഹുകളെ കൊണ്ട്, ബൈ ദ ലാംപ്സ്. ഏതാണ് ഈ ലാമ്പുകൾ? ഈ ബൾബിനൊക്കെ മിസ്ബാഹ് എന്നാ പറയാ. എന്ത്? സ്വയം പ്രകാശിക്കുന്നവയാണ്. പക്ഷെ നമ്മൾ ഈ ബൾബിന്റെ താഴെ ഒരു ഗ്ലാസ്, ഒരു ഗ്ലാസിന്റെ ഒരു പ്ലേറ്റ് നമ്മൾ താഴെ വെച്ചാൽ അതിൽ വെളിച്ചം വരും. അത് നൂറാണ്. പക്ഷെ മിസ്ബാഹ് മേലുള്ള അതിന്റെ വെളിച്ചം ഈ ചില്ല് തട്ടുമ്പോ നമുക്ക് ചില്ലിൽ വെളിച്ചം കാണുന്നു. ഈ ചില്ലാണ് ചന്ദ്രൻ എന്ന് സങ്കല്പിക്കാം. ആ ബൾബാണ് സൂര്യൻ. സുബ്ഹാനല്ലാഹ്. ചന്ദ്രനെ പറഞ്ഞെടുത്ത് ഒരിക്കലും അല്ലാഹു മിസ്ബാഹ് എന്ന് പറഞ്ഞില്ല. പക്ഷെ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ മസ്വാബീഹ്, വിളക്കുകളാണ്. കാരണം വിളക്കുകൾ സ്വയം പ്രകാശിക്കുന്നവയാണ്. സൂര്യൻ സ്വയം പ്രകാശിക്കുകയാണ്. അല്ലാഹു തആല ചന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞത് നൂറെന്നാണ്. നൂറെന്നാൽ വെളിച്ചം എന്നാണ്. വെളിച്ചം ബോറോഡ് ലൈറ്റ്, അത് മറ്റൊന്നിന്ന് കടം വാങ്ങുന്ന വെളിച്ചമാണ്. സൂര്യൻ കൊടുത്താലേ ചന്ദ്രന് വെളിച്ചം കിട്ടുള്ളൂ എന്നല്ലാതെ ചന്ദ്രനായിട്ടൊരു വെളിച്ചം അവിടെ ഇല്ല തന്നെ. അതുകൊണ്ട് അള്ളാന്റെ പ്രയോഗം ചന്ദ്രൻ നൂറാണ്. സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞു ദുയാ മിസ്ബാഹി സിറാജൻ വഹാജ. എന്താണ് ഇപ്പൊ സിറാജൻ വഹാജ?
സൂര്യനെ സംബന്ധിച്ച് സൂറത്തുൻ നബ അമ്മ യതസാഅലൂൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ വജഅൽനാ സിറാജൻ വഹാജാ. നമ്മളൊക്കെ ഓതി പോകുന്ന ആയത്തല്ലേ അത്? എന്താണ് ഈ പറയുന്നത്? വബനൈനാ ഫൗഖകും, നിങ്ങൾക്ക് മീതെ ഞാൻ പടച്ചു വെച്ചിട്ടുണ്ട്, സബ്അൻ ശിദാദാ, നല്ല കരുത്തുള്ള 7 എണ്ണം പടച്ചിട്ടുണ്ട്. ശക്തമായ ആകാശമണ്ഡലങ്ങൾ അല്ലാഹു പടച്ചിട്ടുണ്ട്. പിന്നെ വജഅൽനാ, നാം പടച്ചിട്ടുണ്ട്, സിറാജൻ വഹാജാ, കത്തി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കും പടച്ചിട്ടുണ്ട്. ആ ആകാശലോ കത്തി പ്രകാശിക്കുന്നത്. വഹാജ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിശക്തമായ തീ കത്തി പ്രകാശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതന്നെ അതിന്റെ അർത്ഥം. കത്തിയിട്ടുണ്ട് പ്രകാശിക്കുകയാണ്. സാധാരണ നമ്മൾ തീയിട്ട ആ തീന്റെ വെളിച്ചം എത്ര സ്ഥലത്ത് കിട്ടും അല്ലെ? എന്ത് ഒരു തീപിടുത്തുണ്ടായാലും രാത്രിയാണെങ്കിലും അതിന്റെ വെളിച്ചൊക്കെ കുറച്ചല്ലേ എത്തുന്നുള്ളൂ. ഈ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം എന്താ? ഒരു സാധാ തീന്റെ വെളിച്ചാണോ ഈ പറയണത് അല്ലെ? ടോർച്ചിന്റെ പരസ്യൊക്കെ വിരൽത്തുമ്പിലെ സൂര്യൻ. എന്ത് സൂര്യൻ? അള്ളാന്റെ സൂര്യന്റെ മുമ്പിലാണ് എന്താ ടോർച്ചൊക്കെ വെറുതെ പറയാന്നല്ലാതെ. അതാണ് ഈ കച്ചവടത്തിലോ അല്ലാതെ നുണ പറയുന്നു പറഞ്ഞതിന്റെ ഒരു നുണ അതന്നെയാണ്. വിരൽത്തുമ്പിൽ എങ്ങനെ സൂര്യൻ? ഇതെന്ത് മെറ്റഫർ എന്ന് പറഞ്ഞോട്ടെ, ആലങ്കാരിക പ്രയോഗം എന്ന് പറഞ്ഞോട്ടെ, നുണയാണോ? അത് നുണയാണ് അല്ലേ? നുണയാണ്. എല്ലാ പരസ്യങ്ങളും അങ്ങനെ കുറെ നുണ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് കച്ചവട സ്ഥലങ്ങൾ ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം. അല്ലാതെ നുണ പറയും. നല്ല ക്വാളിറ്റി എന്ന് പറയാം. ഇവിടെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. നോ ആഡിറ്റീവ്സ്, ഇതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, മുഴുവൻ ചേർത്തായിരിക്കും അല്ലേ? ഒറിജിനൽ ഫ്രൂട്ട് ജൂയി, ഇത് നല്ല ഒറിജിനൽ ഫ്രൂട്ട് ജ്യൂസ് ആണ് കേട്ടോ എന്ന് എഴുതി വെക്കും ലേബിളിൽ. എന്നിട്ട് പറയും കോൺസെൻട്രേറ്റ്. എന്താ ഈ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ നുണ പറയാ കൂട്ടത്ത് പറയും. സിറാജം, സൂര്യനെ സംബന്ധിച്ച് പറയാണ്, സിറാജം വഹാജ, കത്തിജ്വലിക്കുന്ന തീജ്വാലയാണ്. ദ യൂണിവേഴ്സ്, ആർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ടൈറ്റിൽ അങ്ങനെ ദ യൂണിവേഴ്സ് ആർ യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അതിൽ ഒരു 1.5 മണിക്കൂർ നേരത്തെ പറഞ്ഞത്. അതിൽ സൂര്യനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ജൂപ്പിറ്ററിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മാർസിനെ സംബന്ധിച്ചും നെപ്റ്റ്യൂൺ അതുപോലെ തന്നെ യുറാനസ് ഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ശരിക്കും കാണണം മുഅ്മിനീങ്ങളെ. നമ്മളങ്ങനെ തരിച്ചു, യാ അല്ലാഹ്, ഈ ഒരു ലോകമാ ആകാശത്ത് നോക്കിയാൽ നല്ല മനോഹരമായ വെളിച്ചമുള്ള, നല്ല കണ്ണിന് ആശ്വാസം തരുന്ന നക്ഷത്ര പ്രകാശങ്ങളായിട്ട് നമ്മുടെ കണ്ണിന് അല്ലാഹു തന്നു. വലിയ വലിയ ലൈറ്റുകൾ ആകാശത്ത് വെച്ചാൽ വലിയ ഭംഗി ഉണ്ടാവുമോ? ഇല്ല. ആ നക്ഷത്രത്തിന്റെ ഭംഗി എത്രയാണ്! ഇതൊക്കെ എത്ര വലുപ്പമുള്ള സാധനങ്ങളാണ്. യാ അല്ലാഹ്, സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. യാ അല്ലാഹ്, സൂര്യന്റെ കൂടെയുള്ള മറ്റു ഗ്രഹങ്ങൾ, സൂര്യനാണ് നമ്മുടെ ഭൂമിയെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞ നക്ഷത്രം വലിയ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഈ സൂര്യന് കുറെ ഗ്രഹങ്ങളുണ്ട്. ഭൂമി, ശനിയും മാർസും സാറ്റേണും ജൂപ്പിറ്ററും മറ്റു എല്ലാ ഗ്രഹങ്ങൾ, അവയുടെ കൂടെ 15ഉം 16ഉം 18ഉം ഉപഗ്രഹങ്ങളുള്ള മറ്റു ഗോളങ്ങൾ, ഇതിനൊക്കെ വലിച്ചിട്ട് ഇതൊക്കെ കറങ്ങുന്നുണ്ട്. ഒന്ന് മറ്റൊന്നിന്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. സൂര്യൻ ഇവകളെല്ലാം കൂട്ടിപ്പിടിച്ചിട്ട് ഈ സമൂഹങ്ങളുമായി സൂര്യൻ സൗരയൂഥം എന്ന വലിയ നക്ഷത്രങ്ങളുടെ സമൂഹത്തിന്റെ സെന്ററിനെ ആസ്പദമാക്കി സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. എന്താണതൊക്കെ? ഈ ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ സംഗതി ചില്ലറയാണോ? സർ ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോഴാ ഗ്രാവിറ്റിയെ സംബന്ധിച്ച് ചിന്തിച്ചത്. സുബ്ഹാനല്ലാഹ്, എന്തേ ഇപ്പൊ ആപ്പിൾ താഴെ ഇതെന്താ മേലേക്ക് വീഴാതിരുന്നത്? ജുഹയെ സംബന്ധിച്ചൊരു കഥ, അറബികളുടെ ഒരു തമാശക്കാരനായിരുന്നു ജുഹാന. അപ്പൊ അങ്ങനെ കഥ പറയാറുണ്ട് അല്ലെ. ഒരു മരത്തിന്റെ മാങ്ങയുടെ വലിയ മൂച്ചി മാങ്ങയുടെ മാവ് കണ്ടിട്ട് ഈ വലിയൊരു മാവില് ഈ ചെറിയ ഒരു മാങ്ങയപ്പ ഉണ്ടായത്, എണീക്കാൻ പറ്റാത്ത വള്ളിമ്മലാണ് ഈ മത്തനും വലിയ വലിയ സാധനങ്ങളൊക്കെ കിടക്കണത്. അങ്ങനെ ഇരിക്കുമ്പോഴാ തലയ്ക്ക് മാങ്ങ വീണത്. യാ അല്ലാഹ്, ഇതൊരു മത്തനായിരുന്നെങ്കിൽ എന്റെ തലന്റെ അവസ്ഥ എന്താകും? ഓരോ ഹിക്മത്ത് നോക്കണം നമ്മൾ ആലോചിക്കുന്നത്. സർ ഐസക് ന്യൂട്ടന്റെ തലയ്ക്ക് ആപ്പിൾ വീണപ്പോഴാണ് ഇവർ ആലോചിച്ചത്, എന്തേ താഴേക്ക് വീണത്, എന്തേ മേലോട്ട് പോയിക്കൂടായിരുന്നോ? അങ്ങനെയാണ് ഇതിനൊക്കെ പിടിച്ചു വലിക്കുന്ന ഒരു സ്വഭാവം ഭൂമിക്കുണ്ട്. ഗ്രാവിറ്റി നമ്മൾ ഇതിനെ പറയും. ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സ്,
ഈ ഒരു കാന്തിക ബലം, കാന്തം മറ്റൊന്നിനെ അട്രാക്ട് ചെയ്യുന്ന പോലെ, ഇരുമ്പിനൊക്കെ അട്രാക്ട് ചെയ്യുന്ന പോലെ എല്ലാ ഗ്രഹങ്ങളും ഒന്ന് മറ്റൊന്നിനെ പിടിച്ചു വെക്കുന്നു, അപ്പുറത്തുള്ള ഗ്രഹം ഇതിനെ തള്ളുന്നുണ്ട്. ഈ തള്ളും രണ്ടാളും ഇങ്ങോട്ട് വലിച്ചാൽ അതിന്റെ ഇടയിൽ കിടന്ന ആ ആളിങ്ങനെ ബാലൻസിൽ നിൽക്കുകയാണ്. രണ്ടുപേരും അടുത്തേക്ക് വലിക്കുന്നുണ്ട്, ഇയാൾ സെന്ററിൽ കുടുങ്ങാണ്. ഈ ബാലൻസിലാണ് എല്ലാ ഗോളങ്ങളും അള്ളാഹുവിന്റെ സ്പേസിൽ ഇങ്ങനെ കറങ്ങുന്നത്. ഒന്ന് മറ്റൊന്നിനെ പിടിക്കും. ഇതൊക്കെ താങ്ങി നിർത്തുന്ന തൂണുണ്ട്, കാണാൻ പറ്റാത്ത തൂണാണത്. അതിനല്ലേ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ, ഞങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്, പക്ഷെ യു കാൻ സീ ഇറ്റ്. അതാണ് ഗ്രാവിറ്റി, അതാണ് ഗുരുത്വാകർഷണം. അതിനെ പറയല് സുബ്ഹാനല്ലാഹ്. ഈ ഗുരുത്വാകർഷണ ബലം സൂര്യൻ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ചുറ്റുമുള്ള മുഴുവൻ ഗ്രഹങ്ങളെയും കൊണ്ട് സൂര്യൻ കറങ്ങുകയാണ്. ജമാഅത്ത് നിസ്കരിക്കണ പോലെ എന്നാ, സൂര്യൻ ഇമാമ, ബാക്കി എല്ലാവരും മമ്മൂമിങ്ങളാണ്. ഇവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഓടുകയാണ്, എങ്ങോട്ടെന്നില്ലാത്ത ഈ ഓട്ടം. പക്ഷെ എങ്ങോട്ടെന്നില്ല എന്ന് നമ്മൾ പറഞ്ഞുകൂടെ. അല്ലാഹു തആല നിശ്ചയിച്ച മണ്ഡലം വരെ കൃത്യമായ സമയത്ത് അതിന്റെ സ്പീഡ് കൃത്യമാണ്. അത്ഭുതം നോക്കണം, ഈ കണക്കിലാണ് സൂര്യചന്ദ്രൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവകളെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഈ കാലത്താണ് നമുക്ക് കിട്ടിയത്. നാസ പോലെയുള്ള അസ്ട്രോണമി പഠിക്കുന്ന അല്ലെങ്കിൽ കോസ്മോളജി പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെയുള്ള ഈ സ്ഥാപനങ്ങൾ ഡെവലപ്പായി വന്നത് നമ്മുടെ അടുത്ത കാലങ്ങളിലാണ്. അപ്പോഴേ നമുക്ക് കണക്ക് കിട്ടിയത്. ഈ കണക്കുകളൊന്നും ആലോചിക്കാതെ ഈ ആയത്തിന് അർത്ഥം വെച്ചാൽ ഓക്കെ, സൂര്യനും ചന്ദ്രനും കൊണ്ട് നമുക്ക് ദിവസങ്ങൾ എപ്പോഴാണ്, മാസം തുടങ്ങിയോ ഇല്ലേ, ദിവസം അവസാനിച്ചോ തുടങ്ങിയോ, ഇതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു ആശയം കിട്ടി. വേറെ ഒന്നുകൂടെ ആലോചിച്ച വേറെയും ആശയങ്ങൾ, ഇങ്ങനെ ഒന്നുകൂടെ ആലോചിച്ച എല്ലാം കൃത്യമാണ്, കൃത്യമാണെന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്രയെന്നറിയോ? 150 മില്യൺ കിലോമീറ്റർ ആണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 150 മില്യൺ കിലോമീറ്റർ യാത്ര ചെയ്താൽ സൂര്യനിലേക്ക് പോയി തട്ടി കൈ തൊട്ടിട്ട് വരെ. തൊട്ടളിക്കാന്നൊക്കെ പറയല്ലേ കുട്ടികൾ? തൊട്ടളിക്കണമെങ്കിൽ എത്ര പോകണം? 150 മില്യൺ കിലോമീറ്റർ. സുബ്ഹാനല്ലാഹ്. നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്രയാണ്? കൊച്ചിക്കൊക്കെ 2600 കിലോമീറ്റർ അല്ലേ? എത്രല്ലേ പറയല്? 2600. കോഴിക്കോട്ടേക്ക് അങ്ങനെ 2600, 2700 കിലോമീറ്റർ. ഇതെത്രയാണെന്നറിയോ? 150 മില്യൺ കിലോമീറ്റർ പോകണം, അപ്പോഴേ സൂര്യനിലേക്ക് എത്തുള്ളൂ. ഭൂമിയിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. സൂര്യന്റെ റേഡിയസ്, സൂര്യന്റെ മധ്യത്തിൽ, സൂര്യൻ റൗണ്ടാക്കി സങ്കല്പിച്ചാൽ മധ്യത്തിൽ നിന്നതിന്റെ ഒരു അറ്റത്തേക്കുള്ള ദൂരം 7 ലക്ഷം കിലോമീറ്റർ ആണ്. സുബ്ഹാനല്ലാഹ്. സൂര്യൻ ഇങ്ങനെ ഒരു അപ്പം പോലെ നമ്മൾ കടത്തി വെച്ചാൽ അതിന്റെ സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള ദൂരം 7 ലക്ഷം കിലോമീറ്റർ ആണ്. അപ്പൊ അങ്ങനെ വന്നാൽ സൂര്യനിൽ നിന്നും, സൂര്യന്റെ ഒരറ്റത്ത് നിന്ന് മറ്റത്തെ സെന്ററിലൂടെ ഒരാൾക്ക് മുറിച്ചു കടക്കണമെങ്കിൽ 14 ലക്ഷം കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും വലിയ സാധന നമ്മൾ ഈ അസ്തമി ഡെയിലി കാണുന്നില്ലേ? നമ്മൾ ആലോചിക്കുന്നുണ്ടോ അതൊക്കെ? അല്ലേ? ആ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും സുബഹി നിസ്കരിച്ചോളൂ എന്നാ അല്ലാഹു തആല പറയണത്. യാ അല്ലാഹ്, ഏസിന്റെ തണുപ്പോട് നമുക്ക് എഴുന്നേക്കാൻ പറ്റണില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തം ഉദിച്ചു വരാൻ നിങ്ങളുടെ പകൽ ആരംഭിക്കുകയാണ്. അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ഇറങ്ങിക്കോളൂ. അതാ സുബഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ കഴിച്ചേക്കണം. ഒരുങ്ങി റെഡിയായി നിന്നോ, നിന്റെ ദിവസത്തേക്ക് വേണ്ടി നീ റെഡിയായിക്കോ. എന്തൊരു മനോഹരമായ സമയമാണത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കും, എത്രയാ സൂര്യന്റെ ഭാരം? കണക്ക് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. സൂര്യന്റെ ഭാരം എത്രയാണ്? എത്രയെന്നറിയോ? 2000 മില്യൺ 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 ടൺ. 4 മില്യൺ കൊടുക്കണം 2000-ന്റെ ശേഷം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു നമ്മുടെ കാലത്തെ സയന്റിസ്റ്റുകൾക്ക് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ അളവും കൃത്യമുണ്ട്. ഇതൊക്കെ വെറുതെ അങ്ങനെ പൊടിയായി കിടക്കുന്ന സാധനമല്ല. ഇത് വെറുതെ ഒരു റാന്തൽ കത്തിച്ച പോലെ കത്തല്ല. ഇതിനൊക്കെ കൃത്യതയുണ്ട്. 2000 മില്യൺ 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 ടൺ ഭാരമുള്ള സാധനമാണ് ഭൂമി. അതിന്റെ ചുറ്റും നമ്മൾ നമ്മുടെ മുകളിലൂടെ പോകുന്നു എന്ന് തോന്നുന്നു. സത്യത്തിൽ നമ്മളാണ് കറങ്ങുന്നത് സൂര്യൻ അഭിമുഖമായിട്ട്. നമുക്ക് തോന്നുന്ന സൂര്യൻ ഇങ്ങനെ പോവാണ്. അല്ല, സൂര്യൻ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് ഇങ്ങനെ തിരിയുമ്പോ നമുക്ക് തോന്നി സൂര്യൻ ഇപ്പൊ നമ്മൾ മേലെ കൂടെ പോയോന്ന്. സൂര്യൻ അതിലല്ല, സൂര്യൻ അതിന്റെ വഴിക്ക് പോവാൻ. പക്ഷെ സൂര്യൻ അഭിമുഖമായി നമ്മൾ തിരിഞ്ഞതാണ്. അപ്പോഴാണ് നമുക്കൊരു ദിവസം പൂർത്തിയാകുന്നത്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ അത്ഭുതമാണ് അല്ലാഹു തആല പറയുന്നത്.